ചവിട്ട് ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ ഒരു മനുഷ്യന് ഇങ്ങനെ ചവിട്ടാവും. ഇനി അമ്മ പറഞ്ഞേ അയ്യോ അടിയൊന്നുമില്ല. ചവിട്ടെന്ന് പറഞ്ഞാൽ എന്റെ ദൈവം ഒരു മനുഷ്യനെ എങ്ങനെ എടുത്തിട്ട് ചവിട്ടാം. ഇവിടുന്ന് ചവിട്ടുകൊണ്ട് എന്റെ ചെറുക്കം തെറിച്ച് വീണത് ഗീതയുടെ പറമ്പില. പുറത്തിറങ്ങിയ സൈലന്റ്. വീട്ടിനകത്ത് വയലന്റ് അല്ല. 7 വയസ്സ് 70 വയസ്സ് 17 വയസ്സ്. അതാണോ ഇവിടത്തെ ചർച്ച? നമ്മള് ശ്രീ അയ്യപ്പന്റെ ഇറങ്ങിയ അയ്യപ്പനും ഇതും വ്യത്യസ്തമായിരിക്കും. ഇത് ത്രില്ലിംഗ് ഉണ്ട് കോപ്പി അടിച്ച് ചെയ്യുന്നത് മനസ്സിൽ തോന്നുന്ന ഐഡിയ ആയിരിക്കും ഇതിന്റെ. ഈ ദൈവം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? നമ്മള് തീർച്ചയായും ദൈവത്തിന് ഒരിക്കലും നമ്മൾ നേരിട്ട് വന്നിട്ട് നമ്മളെ തലോടാനോ നമ്മളെ സഹായിക്കാനോ നമ്മളോട് സ്നേഹത്തോടെ വാക്കുകൾ പറയാനോ കഴിയില്ല. പക്ഷെ ദൈവം എപ്പോഴും എന്താണ് പല രൂപത്തിലാണ് വരുന്നത്. ചിലപ്പോൾ വ്യക്തികളിലൂടെ വരുന്നത്, ചിലപ്പോൾ സന്ദർഭങ്ങളിലൂടെ വരുന്നത്. ഞാൻ എപ്പോഴും പറയും, ജയ് ജയ് ഹേ എന്ന പടത്തിലൂടെ വിപിൻദാസ് എന്ന ദൈവം, അതാണ് സന്ദർഭോചിതമായി നമുക്ക് കിട്ടുന്ന അനുഭവമാണ് ദൈവം. നിമിത്തത്തിലും ഒരു മനുഷ്യന്റെ മനസ്സിന്റെ പ്രവൃത്തിയാണ് ദൈവം. 6 വയസ്സുള്ള ഞാൻ എന്ത് ചോദ്യമായത്? നല്ല കാര്യമുണ്ടോ? 6 വയസ്സുള്ള കുട്ടി എങ്ങനെ അംഗനവാടി പോകുന്നത്? പെട്ടെന്ന് മറന്നുപോയി. എനിക്ക് തോന്നുന്നത് 1000 എപ്പിസോഡുകൾ, അതായത് മുന്നുകെട്ട് മലയാളത്തിൽ ആദ്യത്തെ 1000 ആയിരുന്നു. അത് കഴിഞ്ഞ് 1000 എപ്പിസോഡ് പോയ സീരിയലിലെ ഹീറോ ആയിരുന്നു ഞാൻ കാര്യനിസ്സാരത്തില്. അത് കഴിഞ്ഞുള്ള 1000 എപ്പിസോഡ് വരുന്ന സീരിയലാണ് അലിയൻസ്. അതിൽ ഞാനാണ്. തൊട്ടടുത്ത് അമ്പലം കൂട്ടുന്ന താര് ചെമ്പരത്തി കമ്പ് കൊണ്ട് അമ്പുക്കുലക്കണതാര് അങ്ങ് തൊട്ടേ ഇങ്ങ് തൊട്ടേ അക്കത്തേക്ക് തോടുമാറ പൂവിരിച്ചം ചാരി വീണ് മാമലെ ഞാനിന്ന് കണ്ടേ. ഹായ് ഹലോ വെൽക്കം ടു സിനിമാടെക്. ശ്രീ അയ്യപ്പൻ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അനീഷ് രവി, അനീഷേട്ടൻ, നിധിമോള്, അതോടൊപ്പം തന്നെ കുടശനാട് കനകമ്മയാണ്. അപ്പൊ നമസ്കാരം. നമസ്തേ. ആദ്യം തന്നെ നമുക്കൊരു പാട്ടിലൂടെ തുടങ്ങിയാലോ? ആരാ ആദ്യം പാടുന്നേ? അമ്മ പാടും. ആദ്യം പാടും. ഏത് പാട്ടാ? ചെമ്പഴക്ക. എല്ലാരും കൂടെ പാടോ? മോളാദ്യം തുടങ്ങും. പുറത്ത് മഴയുണ്ട്. എല്ലാരും ചെമ്പഴക്ക തൊട്ടടുത്ത് അമ്പലം കൂട്ടുന്ന താര് ചെമ്പരത്തി കമ്പ് കൊണ്ട് അമ്പുക്കുലക്കണതാര് അങ്ങ് തൊട്ടേ ഇങ്ങ് തൊട്ടേ അക്കത്തേക്ക് തോടുമാറ പൂവിരിച്ചം ചാരി വീണ് മാമലെ ഞാൻ ഇന്ന് കണ്ടേ ചന്തമേഴിൽ തേങ്കുടങ്ങി പൂങ്കുയിൽ പാടുന്ന കേട്ടെ എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണി പൂവേ കണ്ണാടി പൂവേ കളിപ്പൂവേ മുറ്റത്തിനാവേ പൂത്തു നിന്നോട്ടെ പുഞ്ചിരിക്കാറ്റേ പാടും പൂങ്കാറ്റേ കുരുന്നോട്ടെ ചക്കരമാവിൽ ചാഞ്ഞിരുന്നോട്ടെ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിയായി തേനു തരും തേങ്കുളമാണ് അലിവോളത്തോടും സ്വാതനമാണ്. അമ്മ. അമ്മയാ? ലാലേട്ടന് ഇഷ്ടാണോ? കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തം എനിക്കാണ് 2 ലൈനേ അറിയൂ. ആദ്യം ശ്രീ അയ്യപ്പൻ സിനിമ പറയുമ്പോൾ നമ്മൾ മാളികപ്പുറം പോലെ ഒരു സിനിമ ആയിരിക്കോ? മാളികപ്പുറം വ്യത്യസ്തമാണെന്നാണ് അതിന്റെ എഴുത്തുകാരനും സംവിധായകനുമായ വിഷ്ണു വെഞ്ഞാറമ്മോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എനിക്ക് മൊത്തത്തിൽ അറിയത്തില്ലല്ലോ, എൻ്റെ ഭാഗം മാത്രം ഞാൻ, അതുകൊണ്ട് മൊത്തത്തിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇവർക്കൊക്കെ എൻ്റെ കഥയാണ്. അനീഷേട്ടനാണ് ഹീറോ. ഇതൊരു ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റ് ആണ്, എന്നാൽ ഡിവോഷണൽ ആണ്.
എന്നാൽ കുറച്ച് ഈ പറഞ്ഞ പോലെ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൂടെ ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ തീവ്രവാദത്തിൻ്റെ കുറച്ച് ഏരിയ കൂടി ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ഡിസംബർ 6-ാം തീയതിയും ബാബറി മസ്ജിദ് ദിനമാണെന്ന്. ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്തായാലും കേരളം മുഴുവൻ അലേർട്ടായിരിക്കും, പ്രത്യേകിച്ചും ശബരിമലയുടെ കാര്യത്തിൽ. കാരണം ഒരുപാട് ഭക്തർ വന്നു പോകുന്ന ദിവസമാണെന്ന് എപ്പോഴും ഈ മണ്ഡലകാലം തുടങ്ങിയാലേ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അയ്യപ്പന് അല്ലെങ്കിൽ ആ ഇടത്തിന് സന്നിധാനത്തിന് ഒരു കേടും സംഭവിക്കരുതെന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ സർക്കാരും മറ്റ് സംവിധാനങ്ങളൊക്കെ ഭയങ്കര അലേർട്ടായിരിക്കും. അപ്പൊ അങ്ങനെ അതുമായിട്ടൊക്കെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണത്. കോൺട്രവേഴ്സി ആവോ? അല്ല ആക്ച്വലി അല്ല, ഇത് സത്യമല്ല. ഇപ്പൊ അങ്ങനെയല്ലേ എല്ലാ നമ്മളിപ്പോ ഡിസംബർ 6 നോക്കൂ നിങ്ങൾ, ഉറപ്പായിട്ട് ഇവിടെ അലേർട്ട് ആയിരിക്കും. അപ്പൊ പിന്നെ എന്തിനാ? അപ്പൊ ദാറ്റ് മീൻസ് നമുക്കറിയാം ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും നമ്മൾ ചില കരുതലുകൾ കരുതി വെക്കും. അത് ബാബറി മസ്ജിദ് അയോധ്യ തർക്കമൊക്കെ പണ്ടേ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് തകർത്തിട്ട് ഒന്ന് നമ്മൾ ചെയ്യുമ്പോ എന്തായാലും ഒരു ഇത് ഉണ്ടാവുമല്ലോ. അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ല, അത് ഒന്ന് തകർത്താണ് മറ്റൊന്നുണ്ടായത്, അത് തകർത്ത് വീണ്ടും ഉണ്ടായി. അപ്പൊ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. വിവാദമായാലും അല്ല, ഇതൊക്കെ ചർച്ചാ വിഷയമാവേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ അത്തരം സബ്ജക്റ്റിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഏതൊരു കാര്യത്തിന്റെ ഏതൊരു പുണ്യപുരാണങ്ങളാണെങ്കിലും ഏതൊരു കഥയാണെങ്കിലും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണല്ലോ. നമ്മുടെ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ പോലും അങ്ങനെയല്ലേ. നമ്മളിപ്പോ എന്ത് ആഘോഷങ്ങൾ എടുത്താലും ഒന്ന് വിളവെടുപ്പിന്റെ ആഘോഷമായിരിക്കും നമ്മുടെ കേരളീയരുടെ ആഘോഷം, അല്ലെങ്കിൽ തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമായിരിക്കും. അപ്പൊ അതുപോലെ ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ. അനീഷേട്ടന് ആ വിഷയങ്ങളിലൊക്കെ ആരുടെ ഒപ്പമാണ്? തിന്മയുടെ മേൽ നന്മ വിജയിക്കണ്ടേ അമ്മ? നന്നായിട്ട് വിജയിക്കുമെന്നാ എനിക്ക്. അല്ല, എപ്പോഴും അങ്ങനെയല്ലേ. നമുക്ക് 7 പാട്ട് തന്നെയുണ്ട് ആ സിറ്റുവേഷൻ. അതതിന് സിനിമയ്ക്ക് ഒരു ഫോഴ്സാണ്. എന്റെ ക്യാരക്ടറിന്റെ പേര് മണികണ്ഠൻ എന്നാണ്. എന്റെ ക്യാരക്ടറിന്റെ പേര്. ഞാനൊരു പട്ടാള ഉദ്യോഗസ്ഥനായിട്ടാണ് അഭിനയിക്കുന്നത്. എന്റെ അമ്മയായിട്ടാണ് ചേച്ചി അഭിനയിക്കുന്നത്. വലിയ സന്തോഷം. കാരണം നമ്മൾ ഈ പറഞ്ഞ ആ സിറ്റുവേഷനിലെ സത്യത്തിൽ ഒരു അമ്മയും മോനും എങ്ങനെയാ കുറുമ്പ് കാണിക്കുകയും അതെ ഇവൻ ഞാനറിയാതെ വീട്ടിൽ വന്നത് അന്നേരമുള്ള ഡയലോഗൊക്കെ നമുക്ക് പറയണ്ട. ദേഷ്യപ്പെടുന്ന അമ്മയാണോ അതോ ഭയങ്കര അല്ല വാത്സല്യത്തോടെ ശകാരിക്കുന്ന ഒരു അമ്മയാണ്, അല്ലാതെ വെറുതെ ചുമ്മാ ദേഷ്യപ്പെടുന്നതല്ല. ഇപ്പൊ ഞാൻ പട്ടാളക്കാരനാണ്. അപ്പൊ അമ്മ ഒരു ദിവസം നോക്കുമ്പോ അമ്മ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛന്റെ ശബ്ദം ഉണ്ടാക്കിയിട്ട് എന്താടേ ചോദിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾ ചുമ്മാ ഇരുന്ന് നോക്കുമ്പോ ഞാൻ മോനാ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഞങ്ങൾ നല്ല സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷം. മോളുടെ കഥാപാത്രം എന്താ? മാളികപ്പുറാണോ? അല്ല, മോള് ഞാനെന്ന് പറഞ്ഞില്ല. മോള് നമ്മുടെ ഇതിനകത്ത് തന്നെ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതാണ്. ശബരി എന്നൊരു ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് സുധീർ. നമ്മുടെ സുധീർ സുകുമാരൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. സുധീറിന്റെ മകളായിട്ടാണ് നിധിമോൾ അഭിനയിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അച്ഛൻ സിനിമയില്? ഇഷ്ടപ്പെട്ടു. മോളാരല്ലേ? മോള് 6 വയസ്സല്ലേ? 6 വയസ്സില് നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണല്ലേ? അടുത്ത ദിവസം അടുത്ത വർഷം. അത് വളരെ പുതിയൊരു കാര്യമാണ്. കാരണം എന്താ പറയാ, ഇപ്പൊ 6 വയസ്സാണ്. അടുത്ത വർഷം ഉറപ്പായിട്ടും 7 വയസ്സാവും. ഡിസംബർ 4-ന് 7 വയസ്സാവും. അപ്പൊ അടുത്ത മാസം ഡിസംബർ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് 7 വയസ്സാവും. 70-ാമത്തെ വയസ്സിലാണ് സിനിമയിൽ കയറാൻ പറ്റും. 7 വയസ്സിൽ എന്തോ ഭാഗ്യം. 7 വയസ്സ് 70 വയസ്സ് 17 വയസ്സ്. അതാണോ ഇവിടത്തെ ചർച്ച? നമ്മള് ശ്രീ അയ്യപ്പന്റെ മോള് ശബരിമലക്ക് പോയിട്ടുണ്ടോ? ഒരു വട്ടം മാമന്റെ കൂടെ അച്ഛൻ്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. അച്ഛൻ എടുത്തിട്ടാണോ കൊണ്ടുപോയേ? കല്യാണം കൊണ്ട് എടുത്തിട്ട് എന്താ പ്രാർത്ഥിച്ചേ പോയിട്ട് ശബരിമലയിൽ പോയിട്ട്? എല്ലാവർക്കും അസുഖം വരത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും സുഖം വരത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അയ്യപ്പനെ കണ്ടോ? അയ്യപ്പനെ കണ്ട്. അല്ല എന്ത് സുഖം എന്ത് പ്രാർത്ഥിച്ച മക്കള്? എല്ലാവർക്കും അസുഖം മാറ്റി തരണേ. എല്ലാവരുടെ അസുഖം മാറ്റി തരണേ. അയ്യോ എന്തൊരു കുഞ്ഞു നല്ല മനസ്സാ മോളുടെ. ലോകാ സമസ്ത സുഖനോ ഭവന്തു എന്നാണ്. അപ്പൊ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഞാൻ വലിയൊരു ഫാനായിട്ടാ. അയ്യോ ഞങ്ങളെല്ലാം ഫാനാണ്. ആരാ ഇതൊക്കെ പഠിപ്പിക്കുന്ന മോളെ? അമ്മയാണ്. ഉറപ്പായിട്ടും ഞങ്ങള് പലപ്പോഴും അല്ലേ അമ്മ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മള് ചില കുഞ്ഞു കുട്ടികൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ നമ്മള് ഉറപ്പായിട്ടും അല്ല അഭിരുചിക്കനുസരിച്ച് കുഞ്ഞുങ്ങളെ പ്രാപ്തമാണ്. അല്ല അതിനകത്തൊരു കാര്യമുണ്ട്.
ഈ അങ്ങനെയുള്ള കുഞ്ഞു കുട്ടികൾ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ അവരെ ഒരുപാട് വാനോളം പുകഴ്ത്തും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിന്റെ പിന്നില് അച്ഛന്റെയോ അമ്മയുടെയോ ശക്തമായ ഒരു പിന്തുണ ഉണ്ടെന്നുള്ളത്. ഉറപ്പായിട്ടും നിധിമോളുടെ ജനിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന പാഠപുസ്തകത്തിന്റെ പേരാണ് അമ്മ മാത്രമല്ല, അത് വൺ ഓഫ് ദം. മാതാപിതാക്കൾ എന്നാണ് ആ പാഠപുസ്തകത്തിന്റെ പേര്. അത് ഉറപ്പായിട്ടും നമ്മള് എനിക്കിതൊന്നും അറിയത്തില്ല. നിങ്ങൾ ഇങ്ങനെ ലോകത്തില് അല്ല അമ്മ വേറെ 7 വയസ്സായ കൊച്ചിനെ നടുക്കിരുത്തിയിട്ട് ലോകതത്വങ്ങൾ വിളമ്പിയാൽ കുഞ്ഞു പറയുന്നതിനപ്പുറം എന്ത് പറയാനായി? അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം നമുക്ക് കിട്ടുന്ന പാഠപുസ്തകം ഏതാണെന്ന് അമ്മ പറഞ്ഞത്? മാതാപിതാക്കൾ എന്നാണ് ആ പാഠപുസ്തകം. അത് പഠിക്കുമല്ലേ, ഈ പ്രായത്തിൽ അത് പഠിക്കാൻ പറ്റും. അതെ, അത് ശരിയാ. അപ്പൊ മോളുവിന്റെ കഥാപാത്രം അയ്യപ്പനോട് നല്ല ഭക്തിയൊക്കെ ഉള്ള കഥാപാത്രമാണോ ഇതില്? നല്ല ഭക്തിയുള്ളത്. അപ്പൊ അമ്മ എപ്പോഴേലും കനകമ്മ എപ്പോഴേലും ശബരിമലയിൽ പോയിട്ടുണ്ടോ? പോയില്ല, പോണം. 70 വയസ്സായില്ലേ, ഇനി ഒന്ന് പോയിട്ടോ? അല്ല 7 വയസ്സായ കൊച്ചു പോയിരിക്കുന്നുണ്ട്, 7 വയസ്സായ അമ്മ പോയിട്ടില്ല. പോകാം മോളെ. അപ്പോഴത്തേക്ക് നമുക്കിപ്പോ തന്നെ ഈ സീസൺ, അപ്പോഴത്തേക്ക് എന്തെങ്കിലും വർക്ക്, അതിന്റെ ഡബിങ്, ഇന്റർവ്യൂ, ഇങ്ങനെ യാത്രയാ. നമുക്ക് നൊയമ്പെടുത്ത് കുറച്ച് ദിവസം നൊയമ്പെടുത്തൊക്കെ പോകണ്ടേ. അമ്മ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സിനിമ അത്യാവശ്യം നന്നായി ഓടിയാൽ. ഇത് നന്നായിട്ട് വിജയിച്ചാൽ വിഷ്ണുവിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അമ്മയ്ക്ക് സ്വന്തമായിട്ട് പോകാൻ വയ്യല്ലേ? ആരെങ്കിലും കൊണ്ടുപോകണോ? കൊണ്ടുപോകും പറഞ്ഞു. അനീഷേട്ടൻ കൊണ്ടുപോകും. അനീഷേട്ടൻ മോനാണല്ലോ. ആരെടുക്കും നോക്കിയാൽ മോനും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അനീഷേട്ടൻ എത്ര വട്ടം പോയിട്ടുണ്ട്? ധാരാളം പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ ചെറുതിലേ പോയി തുടങ്ങിയതാണ്. നല്ല വിശ്വാസിയാണ് അയ്യപ്പ. ഉറപ്പായിട്ടും. പിന്നെ ഞാൻ ഗണപതി ഭക്തനാണ്. അയ്യപ്പന് വിശ്വാസവും ഇഷ്ടമൊക്കെയാണ്. പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇപ്പൊ കുറച്ച് പോക്കില്ല. ഇനിയിപ്പോ ഇപ്രാവശ്യം മക്കളെയും കൊണ്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സിനിമയൊക്കെ ഇറങ്ങിയ ശേഷം ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. മൂത്തയാള് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2 ആൺകുട്ടികളാണ്. അതെ, അതുകൊണ്ടാണ് ലേറ്റ് ആകുന്നത്. മൂത്തയാളെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ നേരത്തെ. രണ്ടാമത്തെ ആളെ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞങ്ങള് അങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ പോകാൻ പറ്റും. എന്തായാലും മിക്കവാറും അടുത്ത മാസം തന്നെ പോകും. ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു പേര് തന്നെ ഇട്ടത് എന്താണെന്ന് ചോദിച്ചോ സംവിധായകനോട്? ഒരുപാട് അയ്യപ്പ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അല്ല ഇത് ആക്ച്വലി വിഷ്ണു എന്നെ വിളിക്കുമ്പോൾ സമയത്ത് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു സിനിമയുടെ പേര്. അതിനകത്തുനിന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല ശ്രേയം. ഇനി ആകെ ഒരു കൺഫ്യൂഷൻ, ഇതിനു മുമ്പ് ഈ സിനിമ വന്നിട്ടുണ്ടോ, നമ്മൾ ഈ സിനിമ ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഈ പേര് നേരത്തെ ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടോ, അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലുള്ള പ്രശ്നമുണ്ടല്ലോ ഫെഫ്കയിലും മറ്റിടത്തൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ സിനിമയിൽ നമുക്ക് എന്താ ശ്രീയപ്പൻ നല്ലൊരു പേരില്ലേ? അല്ല ഈ അടുത്ത കാലത്ത് പഴയ സിനിമകൾക്ക് കുഴപ്പമില്ല, പക്ഷെ പുതുതായിട്ടുള്ള സിനിമകളെല്ലാം ഈ കോപ്പിറൈറ്റ് ഇപ്പൊ ഓരോരോ പ്രശ്നങ്ങളല്ലേ. അപ്പൊ കണ്ടില്ല ജാനകി എന്ന പേര് എത്ര പേർക്കുണ്ട്. അവരുടെ മൊത്തം പേര് കളയാൻ പറ്റുമോ? വെറുതെ ഒരു വിവാദം ഉണ്ടാക്കുന്നെന്ന് മാത്രമല്ല, അവർക്ക് പ്രാവർത്തികമല്ല. മാളികപ്പുറം ഏറ്റെടുത്ത പ്രേക്ഷകർ ഉറപ്പായിട്ട് ഇതും ഏറ്റെടുക്കും. അനീഷേട്ടന്റെ ശ്രീ അയ്യപ്പനും എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അനീഷേട്ടൻ അങ്ങനെ ഇറങ്ങുന്നത് തീർച്ചയായിട്ടും വിജയപ്രദമാകും. അല്ല മറ്റൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല. നമ്മുടെ ഒരു ചെറിയ സിനിമയല്ലേ നമ്മൾ പറഞ്ഞ പോലെ, അതുപോലെ ഒരു വലിയ സിനിമയൊന്നും അല്ല നമ്മള്. പക്ഷെ എങ്കിലും നമ്മളെല്ലാവരും നമ്മുടെ കഴിവിനപ്പുറത്തേക്ക് നമ്മളൊരു എഫേർട്ട് ഇതിനകത്തിട്ടുണ്ട്. അതിനൊരു ഫലം അയ്യപ്പൻ തരും, ആ ഒരു പ്രതീക്ഷയാണ്. ഉറപ്പായിട്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഇതിനകത്ത് അഭിനയിച്ച ആദ്യ ദിവസം മുതൽ പാക്കപ്പ് ആകുന്ന ദിവസം വരെ ഞാൻ ഷൂട്ട് ദിവസങ്ങളിൽ ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു. ഞാൻ സാധാരണ ഇതെല്ലാം കഴിക്കുന്ന ഒരാളാണ്. മീൻസ് അങ്ങനെ ഞാൻ നോൺ വെജ് കഴിക്കാറില്ലായിരുന്നു. ഉച്ചയ്ക്ക് സമയത്തൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒഴിവാക്കാം. എൻ്റെ മനസ്സിൽ ഓൾറെഡി എൻ്റെ കഴുത്തിൽ ഓൾറെഡി ഒരു അയ്യപ്പൻ്റെ മാല, സിനിമ കാണാൻ പറയാൻ പറ്റും, അയ്യപ്പൻ്റെ ഒരു ചുട്ടി ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു ഇതില്. പിന്നെ അതിനുശേഷമാണ് മാല ഇടുന്നതിന് മുമ്പേ എൻ്റെ കഴുത്തിൽ അച്ഛനമ്മമാർ തന്ന ഒരു മാല. എൻ്റെ പേര് മണികണ്ഠൻ എന്നാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെത്. നമ്മൾ അത്രത്തോളൊന്നും അല്ല, എന്നാൽ പോലും നമുക്ക് ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ. നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്നതാണ് ഇത്തരം വിശ്വാസം. ഇറങ്ങിയ അയ്യപ്പനും ഇതും വ്യത്യസ്തമായിരിക്കും. ഇത് ത്രില്ലിംഗ് ഉണ്ട്, കൂടുതൽ മനസ്സിൽ തോന്നുന്ന ഐഡിയ ആയിരിക്കും ഇതിന്റെ ടോപ്പിക്.
ആ ത്രില്ലർ കാണാനാണ് നമ്മൾ അതെ, അത് തീർച്ചയായിട്ടും അത് നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം അത് നമ്മൾ സാധാരണ അയ്യപ്പന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശബരിമലയും ഒരുപക്ഷെ വീടും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്നു. പക്ഷെ നമ്മുടെ സിനിമ തുടങ്ങുന്നത് തന്നെ രാജസ്ഥാനിൽ നിന്നാണ്. അപ്പൊ തന്നെ മനസ്സിലാവും, രാജസ്ഥാനിൽ തുടങ്ങി മുംബൈയിൽ വന്നു, അവിടെ നിന്നാണ് സിനിമ ഇങ്ങനെ വളർന്ന് കേരളത്തിൽ എത്തുന്നത്. അപ്പൊ കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പൊ ദാറ്റ് മീൻസ് അത് അങ്ങനെ ഒരു ജോണറിൽ പെട്ട ഒരു സിനിമയാണ്. പല ടെറൈനിലൂടെ സിനിമ സഞ്ചരിച്ച് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും നമുക്ക്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എല്ലാം കൂടി നന്നായി വന്നിട്ടുണ്ട്. ദൈവം ഉണ്ട് ഇല്ല എന്ന് തോന്നി ഏതൊക്കെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനീഷയുടെ ലൈഫിൽ? എനിക്ക് ഇല്ലാന്ന് തോന്നിയിട്ടില്ല. ഈ ദൈവം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ, നമ്മള് ദൈവത്തിന് ഒരിക്കലും നമ്മൾ നേരിട്ട് വന്നിട്ട് നമ്മളെ തലോടാനോ നമ്മളെ സഹായിക്കാനോ നമ്മളോട് സ്നേഹത്തോടെ വാക്കുകൾ പറയാനോ കഴിയില്ല. പക്ഷെ ദൈവം എപ്പോഴും എന്താണ് പല രൂപത്തിലാണ് വരുന്നത്. ചിലപ്പോൾ വ്യക്തികളിലൂടെ വരും, ചിലപ്പോൾ സന്ദർഭങ്ങളിലൂടെ വരും, നമുക്ക് ചില സാഹചര്യങ്ങൾ നമുക്ക് തോന്നും ഓ ഇതാരാ. ദൈവം എന്ന ഒന്നിനെ പേടി കൊണ്ടാണ് ഇത്രയെങ്കിലും ഒരു 20% നന്മ ഉണ്ടാകുന്നു. ദൈവത്തെ ഒരു ഭയം, ആ ശക്തിയെ ഒരു പ്രപഞ്ച ശക്തിയെ ഒരു ഭയം. നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു കഷ്ടപ്പാടിലിരിക്കുന്ന സമയത്ത് നമ്മളോട് ഒരാൾ വന്നൊരു സ്നേഹത്തോടെ നമ്മളെ സമീപിക്കുന്ന ഒരാളിൽ നമ്മളൊരു പക്ഷേ ദൈവത്തെ കാണും. ഒരുപാട് നമ്മൾ ഒന്നുമില്ലാതെ നമ്മൾ ഇങ്ങോട്ട് പോകണം അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് ഒരാൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളൊരു സഹായിക്കും. അയാളൊരു ദൈവം ഉണ്ട് നമുക്ക്. അങ്ങനെ ആ ഒരു ദൈവികത അത് തന്നെയാണ് ദൈവാധീനം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാമീപ്യം. എന്റെ ജീവിതത്തിൽ ഒത്തിരി വേദനകളിൽ നിന്ന്, താഴ്ന്ന വേദനയിൽ നിന്ന് ഞാൻ എപ്പോഴും പറയും, ജയ് ജയ് ഹേ എന്ന പടത്തിലൂടെ വിപിൻദാസ് എന്ന ദൈവം, അതാണ് സന്ദർഭോചിതമായി നമുക്ക് കിട്ടുന്ന അനുഭവമാണ് ദൈവം. നിമിത്തത്തിലും ഒരു മനുഷ്യന്റെ മനസ്സിന്റെ പ്രവൃത്തിയാണ് ദൈവം, നന്മയാണ് ദൈവം. നിമിത്തവും എല്ലാം ഇതൊക്കെ പല നമ്മൾ പലതിനെയും ഇതിന്റെ സിനിമയുടെ അവസാനം നമ്മൾ പറയുന്നത് ഇതൊരു നിയോഗമാണെന്ന് പറഞ്ഞത്. ഞാൻ സ്വപ്നം കാണുന്ന ഈ സിനിമയിൽ ഞാൻ ഒരു കുഞ്ഞിനെ സ്വപ്നം കാണുന്നുണ്ട്. സ്വപ്നത്തിൽ ഉണരുന്ന അമ്മയൊക്കെ എൻ്റെ അടുത്ത് നിന്നിരിക്കുന്ന സംസാരിക്കുന്ന സീനുണ്ട്. ഞാൻ എരുമേലിയിൽ വെച്ച് ഞാൻ സ്വപ്നത്തിൽ കണ്ട കുഞ്ഞിനെ കാണുകയാണ്. ഉടനെ കഥ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. മീൻസ് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് ഇതൊക്കെ ഒരു സന്ദർഭവശാൽ സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളിലൂടെയാണ് ഈ സിനിമ പോകുന്നത്. നിധിയോടൊന്ന് ചോദിക്കാനുണ്ടല്ലോ. ബോറടിക്കുന്നുണ്ടല്ലേ? ഇല്ല, ഏറ്റവും കൂടുതൽ ആരുമായിട്ടായിരുന്നു സീനൊക്കെ കൂടുതല്? രണ്ടാമതായിട്ടുണ്ടോ? അതായത് ഇവിടെ ഒരു സെക്ഷനാണ് നമ്മുടെ ഒരു സുധീറിന്റെ വൈഫും മകള്, അങ്ങനെ 3 പേരാണ്. ആണോ? റീൽ ചെയ്തിട്ടുണ്ട്. ആരായിരുന്നു മോളെ അത് ചെയ്തത്? അമ്മ അല്ല, ഒരു ചേട്ടന് ആണായിട്ട്. അമ്മയുടെ ശബ്ദം പറഞ്ഞേ. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ ചവിട്ടാവോ? ഇനി അമ്മ പറഞ്ഞേ. അപ്പൊ എന്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ? നീ മിണ്ടായിരുക്കാടെ, എന്റെ ജീവിതകാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടുകൊണ്ട് ഇവിടെ കിടക്കാനോ? നീ കേൾക്കണം കേട്ടോ. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞാൽ എന്റെ ദൈവം ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാം. ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എന്റെ ചെറുക്കം തെറിച്ച് വീണതങ്ങ് ഗീതയുടെ പറമ്പില്ല. അവിടെ നിന്ന് അവർക്ക് എടുത്തോണ്ട് വന്നത്. ഈ ചെറുക്കം കിഴങ്ങനായി പോണ്ടല്ലേ അവിടെ എടുത്തിട്ട് തട്ടുന്നത്. വേറെ അവരോട് വന്ന് ഇതൊക്കെ നടക്കൂ. എന്നെ കാണാൻ കൊതിച്ചിരുന്ന വണ്ടിക്കകത്ത് കയറി അവരുടെ വണ്ടിയിലാണ് ഞാൻ പന്തളത്തുനിന്ന് വരുന്നത്. എന്നിട്ട് മോളെ അവരുടെ അമ്മയും പറഞ്ഞു, എന്നെ കാണാൻ അമ്മയ്ക്ക് ഭയങ്കര കൊതിയായിരുന്നു ഈ അമ്മയെ കാണാൻ. പോയേ 6 വയസ്സായപ്പോ 1ാമത്തെ പല്ല് പോയി. പിന്നില്ലേ പാൽപ്പല്ല് പൊഴിഞ്ഞു പോകും. 6ാമത്തെ വയസ്സിലാ? 6 വയസ്സിൽ ഓരോന്നോരോ. 5ാമത്തെ വയസ്സില് പോയി. എനിക്കറിയില്ല, മോക്കറിയാം. 6ാമത്തെ വയസ്സിൽ 1ാമത്തെ പല്ല് പോവല്ലോ, 7ാമത്തെ വയസ്സിൽ 2ാമത്തെ പല്ലും പോകും. നീ അടുത്ത മാസം പോവും, ഡിസംബറിൽ. അപ്പൊ ഇങ്ങനെ ചെറുതായി അടുത്ത സിനിമ ഇതാരെ വരച്ചെന്നെ കയ്യില്? ഇത് പോയിട്ടല്ലേ നല്ല പല്ല് കളിച്ചു വരുത്തും. ഇത് അതൊരു അവിടുത്തെ ചേച്ചി വരച്ച. ഇതെന്താ ക്യാൻവാസ് ആണോ ഇങ്ങനെ വരുന്നവരും പോണൊക്കെ ചിത്രം വരയ്ക്കാനായിട്ട്? കുഞ്ഞ് കലാകാരുടെ നല്ല ചുവരിലല്ലേ ചിത്രം വരയ്ക്കാൻ. എന്റെ കൈക്കും വരെ. അനീഷേട്ടൻ ഒരു പാട്ട് പാട്. അനീഷേട്ടൻ ഏത് പാട്ടാ? അല്ല, അമ്മ പാടില്ല. 2 പേരും ഒരു പാട്ട്. അമ്മ പാടും.
എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണി നെഞ്ചിലെന്ന് ഞാനൊന്നു തൊട്ടപ്പോ കരിമ്പിന്റെ തുണ്ടാണ് കൊണ്ടതയ്യ ചക്കര തുണ്ടാട് കൊണ്ടതയ്യ നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കരളിലെന്ന് ഞാനൊന്നു കേറിയപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ എന്തിനു നോക്കണ് ചന്ദേര നീ ഞങ്ങളെ അയ്യോ ചന്ദേര നീ ഞങ്ങളെ ഞാനില്ല മേൽപോട്ട് കല്യാണ ചെക്കനുണ്ട് താഴെ കല്യാണ ചെക്കനുണ്ട് എന്തെല്ലാം വെക്കണം എന്തെല്ലാം വാങ്ങണം പൂത്താലി കെട്ടിടണം പൊന്നു പൂത്താലി കെട്ടിടണം കളിയല്ല കിളിവാലൻ വെച്ചിന്നെന്റെ ചുണ്ടൊന്നു ചോപ്പിക്കണം എന്റെ ചുണ്ടൊന്നു ചോപ്പിക്കണം എന്നാലും എപ്പോഴും എല്ലാരും ചൊല്ലണ കല്യാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണി നെഞ്ചിലെന്ന് അനീഷേട്ടനെ നോക്കിട്ട് എങ്ങനെ കരിങ്കല്ലാന്ന് പറയാൻ തോന്നി അമ്മേ? കുഞ്ഞിക്കൂടി ഞാനും കരിങ്കല്ല് ഞാനും. ഇനിയിപ്പോ ഈ പാട്ടൊന്നേ പഠിച്ചിട്ട് ചെയ്യണോ കേട്ടാ? പിന്നെ ചെയ്തിട്ടുണ്ട് വീഡിയോ. കരിങ്കല്ലാണ് ചെയ്തിട്ടുണ്ടോ? സോറി. മോളുടെ മറ്റേ 60 മില്യൺ ആയ ഒരു വീഡിയോ ഇല്ലേ? മറ്റേ കിടക്കയിൽ നിന്നിട്ട് അച്ഛന്റെ പിറകിൽ അച്ഛന്റെ വെറുത്തിരുന്നിട്ട് ഒരാലോചിക്കുന്ന നല്ല വീഡിയോ ആയിരുന്നു അത്. എന്താ അച്ഛൻ ഉറങ്ങിക്കിടക്കുവാൻ, ആക്ച്വലി ഉറങ്ങിക്കിടക്കുവാൻ, സത്യമായിട്ട് ഉറങ്ങിക്കിടക്കുവാൻ അച്ഛനെ അച്ഛൻ അറിയാതെ ഇങ്ങനെ കേറിയതാ. ഞാൻ അച്ഛനും മോളും കൂടി ബാക്കിൽ ഇങ്ങനെ ആക്കിയിട്ട് ബാക്ക് ഇങ്ങനെ ഉരുട്ടിട്ട് നല്ല പാട്ട് നല്ലതായിരുന്നു അത്. പിന്നെ കാണിച്ചു തരാം ഞാൻ. അമ്മ അച്ഛനും മോളോട് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം എന്താ? അമ്മ അച്ഛനും പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം എന്താ? എല്ലാവരോടും നല്ലോണം മിണ്ടണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഇത്ര വർത്താനം പറയും? പുറത്തിറങ്ങിയ സൈലന്റ്, വീട്ടിനകത്ത് വയലന്റ്. വയലന്റ് അല്ല, വയലന്റ് അല്ല, പൊളിയാണ്. റീൽസ് ചെയ്യുമ്പോ പൊളിയാണ്. അതെ, റീൽസ് ചെയ്യുമ്പോഴാണ് ഭയങ്കര ആക്റ്റീവ്. കാറില് ഒരിടം പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു പേപ്പറില് കുറച്ച് പാട്ടൊക്കെ എഴുതി വെച്ചിട്ട് അത് അങ്ങ് മടക്കിയിട്ട് ഒരു മയക്കോലാക്കിയിട്ട് ഞാൻ ആ പാട്ട് കൂടെ പാടുവായിരുന്നു. അമ്മ അവിടെ നിന്ന് ഞാൻ ട്യൂണും പാടുന്നുണ്ടായിരുന്നു. അമ്മ അവിടെ കിടന്ന് ശരിയായിരുന്നു. ഇപ്പൊ അംഗനവാടിയില്ല, LKG, ഫസ്റ്റ് ക്ലാസ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, LKG 6ാം ക്ലാസ്സില് 6 വയസ്സുള്ള ഞാൻ അംഗനവാടി. എന്റെ ചോദ്യമായത് കാര്യമുണ്ടോ? 6 വയസ്സുള്ള കുട്ടി എങ്ങനെ അംഗനവാടി പോകുന്നത്? 1ാം ക്ലാസ്സിലെത്തി. സോറി, പെട്ടെന്ന് മറന്നുപോയി. കുഴപ്പമില്ല, സോറി പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ അനീഷേട്ടൻ ഒരുപാട് സീരിയലിലൂടെ, തിയേറ്ററിലൂടെ വന്ന് നാടകത്തിലൂടെ വന്നിട്ട് സീരിയലില് ഏറ്റവും കൂടുതൽ ലുക്കച്ചു ലുക്ക് ആൻഡി നമ്മുടെ മിന്നിട്ട് 1000 എപ്പിസോഡിന് മുകളിൽ പോയ സീരിയലില് നല്ലൊരു വേഷമായിരുന്നു. എന്റെ 8-9 വയസ്സിലൊക്കെയാണ് ആ സീരിയല്. ഇന്നും അതുപോലെ തന്നെ ഉണ്ട് അനീഷേട്ടനെ കാണാനായിട്ട്. അപ്പൊ ആ സീരിയല് തന്ന ഇത് എന്തൊക്കെയായിരുന്നു ലൈഫില്? അത് മിന്നുകെട്ടുന്ന സീരിയല് എനിക്ക് വിമൽ ആർ മേനോൻ, ലുക്കാൻറ്റി. ഞാൻ ഈ ഓയിൽ ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ഇടയ്ക്ക് ഒരു വന്ന സമയത്ത് ഒരുപാട് വർക്കുകൾ ഉണ്ടാവുകയും
പിന്നെ ഒരു വർക്കും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരികയും അതിനിടയിൽ ഇരുന്നിരുന്ന് കിട്ടിയൊരു വർക്കിനിടയിൽ ഒരു ആക്സിഡന്റ് പറ്റി ശരീരത്തിൻ്റെ ഒരു 35% പൊള്ളലേറ്റ് കിടന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ദൈവമായിട്ട് കൊണ്ടുവന്ന ഒരു വർക്കാണ് മിന്നുകെട്ട് എന്ന് പറയുന്നത്. ജ്ഞാനശീലൻ സാറ് ആ പൊള്ളലേറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്തത്. മിന്നുകെട്ട് അപ്പൊ അന്നേരം ജീവിതത്തിൽ ആരാ കൈപിടിച്ചു കൊണ്ട് വന്നത് ആ വയ്യാണ്ടിരുന്നൊക്കെ സമയത്ത്? തീർച്ചയായും അതാ ഞാൻ പറഞ്ഞ നേരത്തെ നമ്മള് പലപ്പോഴും പലരും പല രൂപത്തിലാണ്. അപ്പൊ ഞാൻ അന്ന് ആ വർക്കൊന്നും ഇല്ലായിരുന്ന സമയത്ത് എന്നെ ആനന്ദ് കുമാർ എന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ആനന്ദേട്ടനാണ് എന്നെ ആ മുന്നുകെട്ടിലേക്ക് വേണ്ടി. കാരണം അതിന് തൊട്ടുമുമ്പൊരു ഒരു സീരിയൽ ഞങ്ങൾ ഒരുമിച്ച് അനിയനും ചേട്ടനായിട്ട് അഭിനയിച്ചിരുന്നു. പുള്ളിയുടെ അനിയനായിട്ട് ഞാൻ അഭിനയിച്ചിരുന്നു. പുള്ളി ഇപ്പോൾ മിന്നുകെട്ടിൽ ഹീറോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിയാണ് അതിനകത്ത് വളരെ ശ്രദ്ധേയമായൊരു ക്യാരക്ടർ വരുന്നുണ്ട്, ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും അത് കണ്ടിന്യൂസ് ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് എന്നെ അതിനേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ ചെല്ലുന്നു, പിന്നെ എത്രയോ നാളുകളായിട്ട്. അപ്പൊ പിന്നെ അതിനകത്ത് തന്നെ സജീവ സാന്നിധ്യമായി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാ അതിന്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നത് 1000 എപ്പിസോഡുകൾ, അതായത് മിന്നുകെട്ട് മലയാളത്തിൽ ആദ്യത്തെ 1000 ആയിരുന്നു. അത് കഴിഞ്ഞ് 1000 എപ്പിസോഡ് പോയി സീരിയലിലെ ഹീറോ ആയിരുന്നു ഞാൻ കാര്യനിസ്സാരത്തില്. അത് കഴിഞ്ഞുള്ള 1000 എപ്പിസോഡ് വരുന്ന സീരിയലാണ് അലിയൻസ്. അതിലും ഞാനാണ്. എന്റെ 3000 താണ്ടിയ ഒരാളാണ് ഞാൻ. അമ്മയാണ് എനിക്ക് വന്നിരുന്നു. അത് ഞാൻ ആദ്യം നൃത്ത അധ്യാപികയായിരുന്നു. സീരിയൽ ഏതാണ്ട് പിന്നെ പട്ടുസാരി, ഒരു പെണ്ണിന്റെ കഥ, അഗ്നിമേഘങ്ങൾ, അല്ലിയാമ്പലും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് അങ്ങോട്ട് പോകാൻ അത്ര താല്പര്യം. പിന്നെ നമ്മൾ ഡ്രസ്സും എല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ അതെല്ലാം നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരിത്തിരി പിന്നെ ഒരു അമേച്ചർ പ്രൊഫഷൻ 14 വയസ്സ് മുതൽ അമേച്ചർ പ്രൊഫഷണൽ നാടകങ്ങളും ഒരു 24 വയസ്സ് മുതൽ നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ AY ചാനല്, പവർ വിഷൻ ചാനല് ഒരു 6 വർഷം 5 വർഷം ഇത് രണ്ടിലും, പിന്നെ 122 ഷോർട്ട് മൂവിയിൽ ക്യാമറയുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുന്ന പേടി, ക്യാമറയോടൊന്നും അങ്ങനെ ഒരു ഭയമില്ല. അങ്ങനെ ഒരു ഇതിൽ ആൽബംസ്, ഷോർട്ട് മൂവികളൊക്കെ ഇഷ്ടം പോലെ. കൊച്ചറ അമ്പലത്തിൽ തന്നെ 5 ആൽബത്തിലുണ്ട്. നമ്മുടെ യൂട്യൂബിൽ ഇഷ്ടം പോലെ കോവിഡ് ഗുലുമാല്, കൊച്ചു കുഞ്ഞു വിദേശിയുടെ ജീവചരിത്രം, അങ്ങനെയൊക്കെ ഉള്ള കുറേ ഇത് ഞാൻ ചെയ്തു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. മൊത്തം 3 നാടകവും പിന്നെ ഇത് ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ പാരലായിട്ട് മുന്നോട്ട് വന്നു. എപ്പോഴും ചെറുപ്പം തൊട്ട് ക്യാമറയുടെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ അനീഷേട്ടാ, നമുക്ക് കാര്യം നിസ്സാരം പോലെ ഇനി വരുമോ അതുപോലെ എന്തെങ്കിലും നമുക്കത് കാണാൻ ഭയങ്കര ആ കോമഡിയൊക്കെ കാണാനേ? ആക്ച്വലി കാര്യനിസ്സാരത്തിലെ എൻ്റെ ക്യാരക്ടർ K മോഹനകൃഷ്ണൻ എന്ന വില്ലേജ് ഓഫീസറായിരുന്നു. അത് വളരെ എന്താ പറയുന്നത്, വളരെ സത്യസന്ധനായൊരു ഓഫീസറായിരുന്നു. ഉള്ള കാര്യങ്ങൾ ഉറക്കെ പറയുന്ന ഒരാളായിരുന്നു, കർക്കശക്കാരനായിരുന്നു, സത്യസന്ധനായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് സിറ്റ്കോമുകളിൽ നമ്മൾ എവിടെ കണ്ടാലും എപ്പോഴും നോർമലി നമ്മുടെ സീരിയലാണെങ്കിലും സിറ്റ്കോമുകളിലാണെങ്കിലും ഒരു ഹീറോയ്ക്ക് പ്രാധാന്യം കുറവായിരിക്കും, അല്ലെങ്കിൽ ഹീറോ ക്യാരക്ടർ ചെയ്യുന്നവർക്ക് അത്ര ബോൾഡ് ആയിരിക്കില്ല അവർ, നമ്മൾ ഏത് സിറ്റ്കോം എടുത്ത് നോക്കിയാലും. പക്ഷെ മലയാളത്തിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും, വളരെ ബോൾഡ് ആയിട്ടുള്ള, അയാൾക്ക് അയാളുടേതായ തീരുമാനങ്ങളുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ. അളിയൻസിൽ ഞങ്ങൾ ഈ അടുത്ത സമയത്ത് കടുകെണ്ണാൻ പറയുന്നത് അപ്പൊ അതാണ് അതിന്റെ ഒരു കൗമുദി ടിവിയുടെ കുറച്ച് ഈ അടുത്ത സമയത്ത് എനിക്കില്ലാത്ത സമയത്ത് അത് ഞാൻ പോയി ചെയ്തു. നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം സിനിമയിലെ അവസരങ്ങൾ എപ്പോഴും കുറഞ്ഞു തോന്നിയിട്ടുണ്ട്? അല്ല, അങ്ങനെയല്ല. അല്ല, നമ്മൾ കുറയുന്ന എപ്പോഴും എന്താണ്, നമ്മൾ തേടി പോകുമ്പോൾ കിട്ടാതെ വരുമ്പോഴാണ് കുറച്ചിലെന്ന് പറയുന്നത്. നമ്മൾ തേടി പോകാറില്ല അങ്ങനെ. അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ധാരാളമായുള്ള അവസരങ്ങൾ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നടനാവുക എന്നുള്ളതാണ്. അത് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ലൈം ലൈറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഇത്രയും 10-25 വർഷമായിട്ട് സജീവമായിട്ട് നിൽക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗം. ഒന്നുകിൽ ആങ്കറായിട്ട് എല്ലാ ദിവസവും എൻ്റെ ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും ഉണ്ടാവും. ഒന്ന് സ്റ്റേജ് ഷോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആങ്കർ ചെയ്യുന്ന ഷോസ് ഉണ്ടാവും, അല്ലെങ്കിൽ സിറ്റ്കോമുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിയാലിറ്റി ഷോസ് ഉണ്ടാവും. അപ്പം അങ്ങനെ എന്നെ തളരാതെ എന്നെ താങ്ങായിട്ട് ആരോ ഒരു ശക്തി. അമ്മയെ ഒരുപാട് തരണം ചെയ്തൊക്കെ ഇവിടെ വരെ എത്തിയ ആളാണ്. അതെ അതെ. അമ്മ ഇനി പൃഥ്വിരാജിന്റെ അമ്മയായിട്ട് പൃഥ്വിരാജിന്റെ അമ്മയുടെ സന്തോഷ് ട്രോഫിയിലാണ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി ജയദേവി കഴിഞ്ഞിട്ട് 18 മലയാളം പടം ചെയ്തു.
അതുകൊണ്ട് 8 റിലീസായി. ഇനി നദി, ആശ, പാതിരപ്പതിര്, 40കളിലെ പ്രണയം, കുറേ പടം ഇനി ഇറങ്ങാനുണ്ട്. തമിഴ് കുടുംബത്തിന് വളരെ ഹിറ്റായി. ഇവിടെ കേരളത്തിൽ ജയ ജയ ഹേ പോലെ ചെന്നൈയിൽ ഭയങ്കര ഹിറ്റായി. ഇനി അടുത്ത പടം മിക്കവാറും ഫെബ്രുവരിയിൽ ഒരു തമിഴ് തുടങ്ങുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ 12-ാം തീയതി നമ്മുടെ അയ്യപ്പനും ക്ലിക്കാവട്ടെ. മലയാളം പോലെ തമിഴ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അനീഷേട്ടന് ഇനി മോനായല്ലോ, അപ്പൊ ഇനി ആരെങ്കിലും ചോദിക്കുമ്പോ അനീഷേട്ടനെ കൂടി സജസ്റ്റ് ചെയ്യാം. അനീഷേട്ടാ ഒരു പാട്ടായിക്കോട്ടെ അമ്മയല്ലേ. വേര് വളർന്നൊരു തൊടിയിൽ നേരു വളർന്നൊരു വഴിയേ, പേരറിയാത്ത കിളികൾ പോരറിയാത്ത ചെടികൾ, കനവിനെന്തു ഭാരം കാഴ്ചയെത്ര ദൂരം, നോവിനെന്തു നീളം ഞാൻ മിഴിയടയ്ക്കുവോളം, കനവിനെന്തു ഭാരം കാഴ്ചയെത്ര ദൂരം, നോവിനെന്തു നീളം ഞാൻ മിഴിയടയ്ക്കുവോളം, ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും, നീയില്ലെങ്കിൽ ഞാൻ എങ്ങനെ മഴയാകും, ഞാൻ എങ്ങനെ നിഴലാകും, ഞാൻ എങ്ങനെ ഞാനാകും. മോളിൽ എല്ലാരും പ്രോത്സാഹിപ്പിക്കും. ചെറിയ കുട്ടികളൊക്കെ എങ്ങനെ മോളതിനെ എല്ലാം നല്ലതായിട്ട്. അതാണല്ലോ മോള്, അതാണല്ലോ വിധി. അനുഷേട്ട മോൻ സിനിമയിലേക്ക് വരുമോ? വരട്ടെ, സംഭവിക്കട്ടെ. ഒന്ന് താല്പര്യം മോഡലിയൊക്കെ താല്പര്യമുണ്ടെന്ന് പറയും. വരട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. അല്ലെങ്കിലും രാഷ്ട്രീയക്കാരും സിനിമാക്കാരും സ്വന്തം മക്കളെ തീർച്ചയായിട്ടും സിനിമയിലോ രാഷ്ട്രീയത്തിലോ കൊണ്ട് അത് മറ്റാ. അവരുടെ ഇഷ്ടം കൊണ്ട് നോക്കണം. അല്ല, ഇഷ്ടം എന്ന് ഈസിയാണ്. അത് കൊണ്ടുവന്നിരിക്കും. അതാണ് ഇങ്ങനെ കണ്ടുവരുന്നത്. അല്ല, മാത്രമല്ല എൻട്രിക്ക് നമുക്ക് കിട്ടുന്ന പോലെ നമ്മളുള്ളത് കൊണ്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് നമുക്ക് വേണ്ടപ്പെട്ട റെക്കമെൻഡ് നമുക്ക് ഈസി. ജന്മസിദ്ധമായ കഴിവുകൾ അല്ലെ ഒന്നും നടക്കത്തില്ല. അതായത് നമ്മളെ നൃത്തമോ സംഗീതമോ താളമില്ലെങ്കിൽ ഒന്നും നടക്കും എന്ന് പറഞ്ഞ പോലെ. ശ്രീ അയ്യപ്പൻ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? 3 ആളും ഒന്ന് പറയാം. ഒരാളായിട്ട് പറ. ആദ്യം മോള് പറ. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. എല്ലാരും ഇനിയും നമ്മളെ സിനിമ ഇറങ്ങുമ്പോ കാണണം. പറയാനുള്ളത് എല്ലാരും പോയി കാണണം. തിയേറ്ററിൽ വരുമ്പോ എല്ലാരും കാണണം. ഫസ്റ്റ് മൂവിയാണ് അല്ലേ? ഫസ്റ്റ് മൂവി ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അഭിനയിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും എല്ലാരും കാണണം അല്ലേ? വലിയ സന്തോഷമുണ്ട്. കാരണം ഈ പറഞ്ഞ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞങ്ങളെല്ലാം ഇതിന്റെ പിറകിലാണ്. ഒരുപാട് പേരുടെ കഠിനാധ്വാനത്തിന്റെ കഷ്ടപ്പാടിന്റെ ഒരു ഫലമാണ് ഈ 12-ാം തീയതി വരാൻ പോകുന്നത്. അതൊരു ഫലം അയ്യപ്പൻ തരട്ടെ പ്രാർത്ഥനയും പ്രതീക്ഷയും പ്രത്യാശയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് വരുന്നത് ഉറപ്പായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഈ സിനിമ. ഒരുപാട് അതിശയോക്തി നമ്മൾ പറയാനില്ല, അല്ലെങ്കിൽ ഒരുപാട് അതിഭാവുകത്വങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ തിയേറ്ററിലേക്ക് എത്തുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ സന്തോഷിപ്പിച്ചേ ഈ സിനിമ വിടൂ. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സിനിമയാണ്. ഏറ്റവും കൂടുതൽ വിഷ്ണുവിനെയാണ്. കാരണം വിഷ്ണു നമ്മളൊരു കുഞ്ഞിനെ ഒക്കെ ഒരുക്കി കുളിപ്പിച്ചൊക്കെ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇഷ്ടം, അതൊരു സ്വപ്നമാണ് ആ സിനിമ. ദൈവമേ നല്ല ഐശ്വര്യമായിട്ട് വിജയിക്കുമാറാകട്ടെ. എല്ലാവരും കാണണേ, എല്ലാവരും കാണണം. അപ്പോൾ 12-ാം തീയതി എല്ലാവരും തിയേറ്ററിലേക്ക് എത്തണം. 12-ാം തീയതി തുടർന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വീട്ടിലെത്തി ഞങ്ങളുടെ അയ്യപ്പൻ ശ്രീ അയ്യപ്പൻ കാണുമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.